ഹലോ ഹലോ സഹസ്ര, 2 ദിവസമായി നിന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ഹലോ ആണല്ലോ. ഹലോ ഹലോ ഈ സഹസ്ര ആരാണ്? എന്റെ പേര് അജയ്. ഞാൻ ഇന്നാണ് ഈ നമ്പർ വാങ്ങിച്ചത്. അത് ഞാൻ പറയുന്നത് കേൾക്ക്. എന്റെ പേര് അജയ്. ഈ നമ്പർ ഞാൻ ഇന്നാ വാങ്ങിച്ചത്. അതൊക്കെ റിട്ടേൺ ചെയ്യേണ്ട സിം കാർഡ്സ് ആണ്. അതൊന്നും രജിസ്റ്റർ ചെയ്യാൻ പോലും പറ്റില്ല. അതെന്തിനാ കൊടുത്തേ? സോറി സർ. Why did you take this number? ആരായിട്ടാ ഈ സഹസ്ര? ഇത്ര ആളുകൾ വിളിക്കുന്നല്ലോ. ഫ്ലവർ ഒരു പെണ്ണിന് തരുന്നത് എന്ത് റൊമാൻറ്റിക് ഫീലിംഗ് ആണ്. ഇതുപോലെ സാറിന് അറിഞ്ഞൂടെ? റൊമാൻസ് ഒരിക്കലും കണ്ണോട് കാണാൻ പറ്റില്ല, മനസ്സുകൊണ്ട് കാണാൻ പറ്റും. ഇത്ര തവണ ഇംപ്രസ് ചെയ്താലേ ഞാൻ വീണു പോവും, പറഞ്ഞേക്കാം. നീ വീഴാതെ ഞാൻ പിടിച്ചോളാം. നീ ഉറങ്ങിക്കോ. ഡോക്ടർ കോപ്പർ വാട്ടർ കമ്പനിന്നാണ് വിളിക്കുന്നത്. സാർ അവിടെ സഹസ്രമാടം ഉണ്ടോ? എത്ര പേരോട് എത്ര പ്രാവശ്യം ഞാൻ ഈ പറയേണ്ടത്? എന്റെ പേര് അജയ് എന്നാണ്. ഇത് സഹസ്രയുടെ നമ്പർ അല്ല. അവരെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ സാർ? ഇതുവരെ ഇല്ല. അവന്റെ ഫോൺ നമ്പർ ഒരു നെറ്റ്വർക്കിൽ ആക്ടിവേറ്റ് അല്ല സർ. ആക്റ്റീവ് ആകാത്ത നമ്പറിലേക്ക് ഫോൺ എങ്ങനെ വരും? ഈ സഹസ്ര ആരാണ്? ലൂസിഫറിനെ കുറിച്ചൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. എന്താ അത്? ഒരാള് മിസ്സായാൽ പോലും ന്യൂസ് വരും. അപ്പൊ ഇത്ര പേര് മിസ്സാകുമ്പോ അത് ബ്രേക്കിംഗ് ന്യൂസ് ആണ്. ഇങ്ങനെ ഒരു അപ്ലിക്കേഷൻ ഉണ്ടെന്ന് തന്നെ അറിയില്ല. മനസ്സ് മരിച്ച് മനുഷ്യൻ ജീവനോടെ ഇരിക്കുന്നതാണ് നരകം. ഡിസ്കവറി ചാനൽ കണ്ടിട്ടില്ലേ? സിംഹം മാനിനെ വേട്ടയാടും. അത് കണ്ടിട്ട് പകുതി ആളുകൾ അയ്യോ മാനിനെ രക്ഷിക്കണമെന്ന് പറയും. ബാക്കി പാതി സിംഹത്തിന്റെ വിശപ്പടങ്ങിട്ടെന്ന് വിചാരിക്കും. ഇതിലേതാ ശരി? പേർക്ക് നരകം കാണിച്ചു കൊടുത്തവന് നരകെന്ന് വെച്ചാൽ എന്താണ്, ഭയന്ന് വെച്ചാൽ എന്താണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. നീ നോക്കുമ്പോ നീ ഒരു സൈക്കാണെന്ന് തോന്നുന്നു. പേര് തിഷ്ടായി.